പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു. ഇപ്പൊ അപ്പ തന്നെ കിട്ടാൻ തുടങ്ങി. ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. നമ്മുടെ കോക്രോച്ച് പാർട്ടിയുടെ പ്രസിഡന്റും ഇന്ത്യയിലെ ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന AAPയുടെ പ്രധാന വക്താവുമായ അഭിജിത്തിനെതിരെയുള്ള പോസ്റ്റാണിത്. ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസ് വിസ എടുത്ത് അമേരിക്കയിൽ പോയി നിന്ന് ഇന്ത്യക്കെതിരെ ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന അഭിജിത്തിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ ഡിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെയും അമേരിക്കയുടെയും സൗഹൃദത്തെ തകർക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വന്നു നിന്ന് എന്ത് പ്രവൃത്തി കാണിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകളെയും ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നുള്ളത്. ഇവിടെയുള്ള ചില പൊട്ടക്കണത്തിലെ തവളകൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അഭിജിത്തിന് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം മറ്റു ലോക രാജ്യങ്ങൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്, എത്ര പ്രഷ്യസ് ആണെന്നുള്ളത്. പക്ഷെ അഭിജിത്ത് ഇപ്പോ ഇതുമായിട്ട് സംബന്ധിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന അഭിജിത്ത് ഒരു വലിയ റെവല്യൂഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെന്നാണ്. പക്ഷെ അഭിജിത്തായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതല്ല, മറിച്ച് അമേരിക്കയിൽ നിന്ന് അഭിജിത്തിനെ കെട്ടിങ്ങടക്കിയെടുത്ത് ഓടിക്കുന്നതാണ്. മാത്രമല്ല, ഇതിനു മുമ്പും ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതിന്റെ പേരിൽ അഭിജിത്ത് ഇപ്പോഴും ഇന്ത്യയിൽ കേസ് നേരിടുന്നുണ്ട്. ഇനിയിപ്പോ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അഭിജിത്ത് നിയമ നടപടികളെ നേരിടേണ്ടി വരും. ഇവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒളിച്ചോടിപ്പോയി വേറെ ഏതെങ്കിലും രാജ്യത്ത് മറഞ്ഞിരുന്ന് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന എല്ലാ നികൃഷ്ട ജീവികൾക്കും ഇതൊരു പാഠമാണ്. ഇന്ത്യ ഇപ്പൊ പഴയ ഇന്ത്യയിലെന്ന് ഏകദേശം അഭിജിത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഇവനെയൊക്കെയാണ് ഇവിടെ കുറെ മന്ദബുദ്ധികൾ ചെഗുവേരയുടെയും അതുപോലെ ഭഗത് സിംഗിന്റെ ഒക്കെ നടുക്ക് നിർത്തി ഫോട്ടോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ കൂടെ പ്രചരിപ്പിച്ചത്. ഇതിനു മുമ്പ് ഇവനേക്കാൾ വലിയ പരാക്രമികൾ വന്നും പോയി നിന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ കുലുങ്ങിയിട്ടില്ലാവേ. പണ്ട് ഇന്ത്യൻ ചെഗുവേര എന്നും പറഞ്ഞ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്ന ഒരു കനയ്യകുമാർ ഇപ്പൊ അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അത് കഴിഞ്ഞപ്പോ ഗുജറാത്തിനെ മോദിനൊക്കെ വർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഹാർദിക് പട്ടേൽ ഉണ്ടായിരുന്നു. അങ്ങേര് ഇപ്പൊ BJP-യിലാടാ. അത് കഴിഞ്ഞപ്പോ കർഷക സമരം ഒക്കെ നടത്തി വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വന്ന ഒരു കൊമ്പമീശക്കാരനുണ്ടായിരുന്നു. അങ്ങേര് ഇപ്പൊ എവിടെയാണെന്ന് ഇന്ത്യയിലെ കർഷകർക്ക് പോലും അറിയില്ല. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു ജിഗ്നേഷിന്റെ അതുപോലെ ഒരു ചന്ദ്രശേഖർ ആസാദിന്റെ ഒക്കെ വിപ്ലവകരമായ എൻട്രി. ആ എൻട്രിക്ക് ശേഷം ഇപ്പൊ അവരും എവിടെയാണെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഈ പറഞ്ഞതെല്ലാം ഇന്ത്യയിലെ കോക്രോച്ചുകളുടെ ഓരോ വർഷത്തെ ഓരോ വാപ്പമാരുടെ പേരാ. അതെല്ലാം കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ ഒരു വാപ്പയായിരുന്നു റാത്തി. ജർമ്മനിയിലിരുന്ന് വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കിയതാ. ഒരു ദിവസം ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് മാസ് ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു, കോൺഗ്രസ് മൂക്കുകുത്തി താഴെ വീണു, പിന്നെ അവരെ കണ്ടിട്ടില്ല. അങ്ങനെ 19 വാപ്പമാർക്കൊടുവിൽ അവസാനം കോക്രോച്ചുകൾ കണ്ടെത്തിയ അവരുടെ വാപ്പയാണ് അഭിജിത്ത്. ആ കാര്യത്തിൽ ഉപ്പ് തീരുമാനമായി. അപ്പൊ ഇനി എങ്ങനെ അടുത്ത വാപ്പയെ തേടിയുള്ള യാത്ര തുടരല്ലേ? നമ്മളിവിടെയൊക്കെ കാണും. പയ്യെ പോയിട്ടൊക്കെ വാ. ഓൾ ദി ബെസ്റ്റ്.